നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. ഞാൻ എന്നുള്ളത് വെള്ളക്കാരിത്തടം, അതായത് തൃശ്ശൂർ ജില്ലയിൽ വെള്ളക്കാരിത്തടം എന്ന് പറയുന്ന സ്ഥലമാണ്. പീച്ചയ്ക്ക് അടുത്താണത്. ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരും ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആന കിണറ്റി വീണിരിക്കുകയാണ്. ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കുളത്തിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇത് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ ഒരു കിണറ്റിലാണ് ഈ ആന വീണിരിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം നേരിട്ട് കണ്ട ഒരു വ്യക്തി, ജിജി എന്നാണ് ആളുടെ പേര്, ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാണ് സംഭവിക്കണേ? ഇത് രാത്രി 1 മണിയായി സമയം. അപ്പോൾ ആന ഇങ്ങനെ വന്നു, കൊച്ച് ആന വന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ടിട്ട് വാതിൽ തുറന്ന് ഹെഡ് ലൈറ്റ് ഇങ്ങനെ പറമ്പ് മൊത്തം അടിച്ചു നോക്കി. അപ്പോൾ ആനേനെ കണ്ടില്ല. പക്ഷേ ഒത്തിരി കഴിഞ്ഞ് ആനയുടെ ഒരു വലിയൊരു കാർച്ചയോട് കൂടി ആന കിണറ്റിലേക്ക് കാരണം ഒച്ച കേട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി വേറെ കൂട്ടം ആന ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിയില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ ടോർച്ച് അടിച്ച് ഞങ്ങൾ കിണറ്റിൽ വന്ന് നോക്കിയപ്പോൾ ആന കിണറ്റിലുണ്ട്. അപ്പോൾ സുരയും ഈ പറമ്പിൻ്റെ ഉടമസ്ഥ സുരയും, ഞങ്ങൾ തൊട്ട അയലക്കാർ അടുത്തടുത്തുള്ളവരാണ്. അപ്പോൾ സുരയും ഞാനും കൂടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കിണറ്റിൽ ആനയുണ്ട്. ഇത് സ്ഥിരം ഇവിടെ ശല്യം ഉണ്ടാക്കണം? സ്ഥിരം എല്ലാവരും, ഞങ്ങളെ അയലക്കാർക്ക് എല്ലാവർക്കും സ്ഥിര പരിചയമുള്ള ഒരു ആന ഇത്. ശരി, എന്നും വരാറുണ്ടോ? മിക്കപ്പോഴും ആനയുടെ ശല്യം നല്ലോണം ഉള്ളൊരു മേഖലയാണ് ഇവിടെ. അതായത് താമര വെള്ളച്ചാല്, ആനക്കുഴി, വെള്ളക്കാരിതരം, പഴവെള്ളംചാല്. ഇതറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സഹകരണം എങ്ങനെയായിരുന്നു? അവർ നല്ല രൂപത്തിൽ ഇടപെട്ടു. 1:45 ആയപ്പോഴത്തേക്കും തന്നെ വന്നു. എന്നിട്ട് അവർ മേൽ നടപടികൾ സ്വീകരിക്കും, കാര്യങ്ങളെല്ലാം ചെയ്തു. അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രതികരണങ്ങളുണ്ടായത്. സാർ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? സാർ, ഇത് എങ്ങനെയാണ്? ഇത് ആക്ച്വലി പട്ടിക്കാട് റേഞ്ചിൻ്റെ കീഴിലാണ്, സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ആന ഈ ഇടുങ്ങിയ കിണറ്റിനുള്ളിലേക്ക് വീഴുകയുണ്ടായത്. വീട്ടുകാരപ്പം തന്നെ 6-ാം വാർഡിൻ്റെ മെമ്പറായ ഷാജുവിനെ വിളിച്ചു പറയുകയും അത് ഉടൻ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വരെ അറിയിക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തി. നിലവിൽ തൃശ്ശൂർ DFO ശ്രീ മീണ സാറ്, പിന്നെ വടക്കാഞ്ചേരി, മച്ചാട്, പട്ടിക്കാട് റേഞ്ച് ഓഫീസർമാരും അവരുടെ സ്റ്റാഫും റെസ്ക്യൂ ഓപ്പറേഷന് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. നമ്മളൊരു 3-4 മണിക്കൂറോളം ശ്രമിച്ച് ഏതാണ്ട് അതിനെ പുറത്തെടുക്കാവുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അത് മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. നമുക്കതിനെ അതിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. മരണകാരണം കണ്ടെത്താനായിട്ട് പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് അനുശാസിക്കുന്ന വിധത്തിൽ നടത്തുന്നു. ഇത് ഇനി എങ്ങനെയാണ് സാറ് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി തൊട്ടടുത്ത ഫോറസ്റ്റ് ലാൻഡിലേക്ക് നീക്കുകയാണ്. നമ്മുടെ വാർഡ് മെമ്പറാണ് ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാത്രി ഒരു 1:15 നമ്മുടെ കുരിക്കാശ്ശേരിയിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളും ആളുടെ വൈഫ് സജിത്തയും കൂടിയിട്ടാണ് വിളിക്കുന്നത്. എന്നാണ് അവരുടെ കുടിവെള്ള കിണറിലൊരു കാട്ടാന ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കാര്യം ധരിപ്പിച്ച് അവരും ഇവിടെ വന്ന് ഞാനെത്തിയൊരു 1:30 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വന്നു. ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി JCB ഉപയോഗിച്ച് ട്രഞ്ചെടുത്ത് ആനയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ആരംഭിച്ചു. അവസാന നിമിഷം വരെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ഇതും കാണിക്കാതെ നിന്നിരുന്ന ആന പെട്ടെന്ന് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന നിമിഷം വരെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സ്ഥിതി ആണ് ഉണ്ടായിട്ടുള്ളത്. ആനയുടെ ജഡം പുറത്തെടുക്കുന്നതിന് വേണ്ടി ക്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്നിലോട്ട് ക്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ വെള്ളക്കരത്തടം ഭാഗത്ത് കിണറ്റി വീണ ആനയെ രക്ഷിക്കുന്നതിനായി ക്രെയിൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആനയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ട്രഞ്ച് എടുത്ത് കിണറ്റിലേക്ക് ആൾക്കാർക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ട്രഞ്ച് നിർമ്മിച്ച ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നിർഭാഗ്യവശാൽ ആന മരണപ്പെട്ടിരിക്കുകയാണ്. കിണറിൻ്റെ വലിപ്പക്കുറവും ആനയുടെ വലിപ്പക്കൂടലും ആയിരിക്കും അതിന് കാരണം. ആനയ്ക്ക് കിണറ്റിനകത്ത് ശ്വാസം കിട്ടാൻ വരികയോ മറ്റും ചെയ്തുകൊണ്ടായിരിക്കണം ആന മരണപ്പെട്ടിരിക്കുന്നത്. ആനയുടെ ജഡം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആൾക്കാരും കിണറ്റിലേക്ക് ചെന്നിട്ടുണ്ട്. കിണറ്റിൽ നിന്നും വടം കെട്ടി ജഡം പുറത്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഇവർ. ഒരേ സൈഡ് തന്നെയല്ലേ? ഇങ്ങോട്ട് തന്നാതെ ഇങ്ങോട്ട് കൊടുക്കാം. ഇത് സാറേ ഇതെന്താ ഒരു സാധനം
ക്രെയിൻ കിണറിനടുത്തേക്ക് ക്രെയിൻ എത്തിയിട്ടുണ്ട് ആനയുടെ ജഡം റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിനിൻ്റെ ഹുക്കും മറ്റു കാര്യങ്ങളെല്ലാം കിണറിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റു ജനങ്ങളും. സ്മെല്ല് വന്നു തുടങ്ങി, കാട്ടാനയുടെ മണം വരുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പൊക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയും ക്രെയിനും തമ്മിലുള്ള വടം ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ക്രെയിൻ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുകയാണ്. ആന മേളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ പ്രവർത്തനം തന്നെയാണ്. കാരണം കിണറിന് വലിപ്പക്കുറവ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്രെയിൻകാരുടെ പ്രവർത്തനവും നാട്ടുകാരുടെ സഹപ്രവർത്തനം കൂടി വളരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആന മുകളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുന്നത്. ആന ഏകദേശം കിണറിൻ്റെ മേളിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആനയുടെ ജഡം ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് മേലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 2 മണി മുതൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ. ഒരുപാട് ജനങ്ങളും തടിച്ചു കൂടിയിരിക്കുന്നത്.